എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് നമ്മുടെ ഐസണും അതുപോലെ തന്നെ ഗിന്നിച്ചിമാറും റൂക്കേന്റെയും അതുപോലെ തന്നെ റെഞ്ചിന്റെ അടുത്ത് വന്നിരിക്കുന്നു. റെഞ്ചിനെ റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി തോഷനും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഐസനെ കണ്ടുടനെ നമ്മുടെ റെഞ്ചി നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. സോ നമ്മുടെ ഐസൺ പറയുകയാണ്, അപ്പൊ നിന്റെ സമയമായല്ലോ, ആ റൂക്കിനെ എന്റെ കയ്യിലേക്ക് തന്നെ, എനിക്ക് അവളെയും കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ നമ്മുടെ റെഞ്ചിനോട് പറയുകയാണ്. സോ ക്യാപ്റ്റൻ ഐസനെ കണ്ട റെഞ്ചി ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സെന്റർ 46-ലാണ്. സോ അവിടെ നമ്മുടെ ഉനഹനയാണെങ്കിൽ തന്റെ ലൂട്ടറിനോട് ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ചെയ്യുകയാണ്. സോ ആ സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ സോൾ സൊസൈറ്റിയിലുള്ള ഹൈ ആയിട്ടുള്ള സോൾ റിപ്പേഴ്സിനെ എല്ലാത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഉനഹന പറയുകയാണ്, ക്യാപ്റ്റൻ ഐസൺ മരിച്ചിട്ടില്ല, അതുമാത്രമല്ല ക്യാപ്റ്റൻ ഐസൺ സോൾ സൊസൈറ്റിനെ ബിട്രേ ചെയ്തിരിക്കുന്നു. സെന്റർ 46-ൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും ക്യാപ്റ്റൻ ഐസൺ കൊന്നിരിക്കുന്നു. അതുമാത്രമല്ല കൊല്ലാൻ വേണ്ടിയുള്ള ഓർഡേഴ്സ് എല്ലാം ഫേക്ക് ആയിരുന്നു, അതെല്ലാം തന്നുകൊണ്ടിരുന്നത് ക്യാപ്റ്റൻ ഐസൺ. ഇത് കേട്ട എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ തന്നെ അലേർട്ട് ആകുന്നുണ്ട്. റൂക്കിയെ വേണ്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ ഐസൺ ആണെങ്കിൽ റെഞ്ചിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ നമ്മുടെ റെഞ്ചി റൂക്കിയെ എടുത്തുകൊണ്ട് ഐസനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഐസൺ റെഞ്ചിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമ്മുടെ റെഞ്ചിക്ക് ഒരുപാടധികം മുറിവുകളുണ്ട്, അത് മാത്രമല്ല തനിക്ക് റൂക്കിയനും കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. സോ അത് ഒരുപാടധികം ഡിഫിക്കൽട്ടാണ്. നമ്മുടെ റെഞ്ചി ആണെങ്കിൽ റൂക്കിയനെ വിട്ടുകൊടുക്കുന്നില്ല. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഐസൺ പറയുകയാണ്, എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിത് ചെയ്തേ പറ്റൂ. അങ്ങനെ തന്നെ നമ്മുടെ രഞ്ജി അടുക്കൽ തൻ്റെ സംഘത്തുമായിട്ടുള്ള സബിമാറുവിനെ പുറത്തെടുത്തിട്ട് നമ്മുടെ ഐസനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഐസന്റെ ദേഹത്ത് അതൊരു പൊടി പോലും ഏൽക്കുന്നില്ല. ക്യാപ്റ്റൻ ഐസൻ ആണെങ്കിൽ രഞ്ജിയുടെ സോഡ് പിടിച്ചു വലിച്ചിട്ട് രഞ്ജിയുടെ സംഘത്തുമായിട്ടുള്ള സബിമാറുവിനെ മൊത്തത്തിൽ തന്നെ അങ്ങ് അടിച്ച് നശിപ്പിക്കുകയാണ്. സോ അത് മാത്രമല്ല വളരെയധികം സ്പീഡിൽ വന്ന് രഞ്ജിയെ ആക്രമിച്ച് തറയിലിടുകയാണ്. സോ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ക്യാപ്റ്റൻ ഐസൺ ഒരുപാടധികം പവർഫുൾ ആണ്. നമ്മൾ ഐസൺ പറയുകയാണ്, ഹേ രഞ്ജി, നിനക്കൊരു കാര്യം അറിയാവോ, നീയൊക്കെ അക്കാഡമിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത സമയത്ത് കിര മോമോ നിങ്ങളെ ഇത്രയും നാളും ഞാനൊരു പപ്പറ്റ് പോലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിനുവേണ്ടിയാണ് നിന്നെ ഞാൻ എൻ്റെ സ്ക്വാഡിലേക്ക് എടുത്തിട്ട്. നമ്മുടെ ഐസൺ ആണെങ്കിൽ തൻ്റെ സമ്പത്ത് യൂസ് ചെയ്ത് രഞ്ജിനെ വെട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് വന്നിട്ട് അത് തടുക്കുന്നത്. വന്നുടനെ നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു, ഹേ എന്നെ മറന്നോ നിങ്ങള്, ഞാനും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഇച്ചിഗോ വളരെയധികം മാസായിട്ട് ക്യാപ്റ്റൻ ഐസനോട് പറയുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ റെഞ്ചിനോട് പറയുകയാണ്, നിനക്ക് ഞാൻ ആകെ കൂടെ ഒരു ജോലി മാത്രമേ തന്നിട്ടുള്ളൂ, എന്നിട്ട് നിനക്ക് അതുപോലും ചെയ്യാൻ വയ്യായോ? നിന്നോട് ഞാൻ ആകെ കൂടെ പറഞ്ഞത് റൂക്കിയനെ ഒന്ന് രക്ഷിച്ച് ഇവിടെ നിന്നൊന്ന് പോകാനല്ലേ, എന്നിട്ട് നീ എന്താ അത് ചെയ്യാത്തേ? സോ ഇത് കേട്ടാ നമ്മുടെ റെഞ്ചി ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. സോ ഇത് നേരത്തെ നീ ഫൈറ്റ് ചെയ്തതുപോലല്ല, ക്യാപ്റ്റൻ ഐസൺ ഒരുപാടധികം പവർഫുൾ ആണ്. അതുമാത്രമല്ല നീ 3 ക്യാപ്റ്റൻ്റെ എതിരെയാണ് നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തൻ്റെ സംഘത്തുവിൻ്റെ സെക്കൻഡ് ഫോമായിട്ടുള്ള ബൻകായ് അൺലോക്ക് ചെയ്തിട്ട് തൻ്റെ സംഘത്തുവും വെച്ച് ക്യാപ്റ്റൻ ഐസന്റെ നേരെ കുതിക്കും. എന്നാൽ ക്യാപ്റ്റൻ വളരെയധികം ഈസി ആയിട്ട് തന്നെ ഇച്ചിഗോന്റെ ബൻകായ് ഡിസ്ട്രോയ് ചെയ്യും. അതുമാത്രമല്ല ഇച്ചിഗോന്റെ ദേഹത്ത് വലിയൊരു മുറിവ് തന്നെ ഉണ്ടാക്കും. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്യാപ്റ്റൻ ഐസൻ എന്തോരം പവർഫുൾ ആണെന്ന്. നമ്മുടെ ഇച്ചിഗോനെ വളരെ ഈസി ആയിട്ട് തന്നെയാണ് ക്യാപ്റ്റൻ ഐസൺ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതേ സമയം തന്നെ ഓടി വന്നിട്ട് നമ്മുടെ രഞ്ജിനെയും അടിച്ച് സമ്പത്ത് വെച്ച് താറിന് അവർ രണ്ടുപേരും മുറിവേറ്റ് താഴെ കിടക്കുക. ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മുടെ റൂക്കിയ വളരെയധികം പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ച് നിൽക്കുന്ന റൂക്കിയുടെ അടുത്ത് വന്നിട്ട് റൂക്കിയുടെ മുഖത്ത് തൊട്ടിട്ട് നമ്മുടെ ഐസൺ പറയുകയാണ്, പറഞ്ഞാൽ ഇച്ചിഗോ നിന്റെ അടുത്ത് ഇത്രയധികം വരാനുള്ള കാരണം ഞാനാണ്, അല്ലാതെ ഇച്ചിഗോ അല്ല നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഞാൻ ചെയ്ത പ്ലാൻ വരെയാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഞാനാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഇവരും 4 പേരുമാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി എൻട്രൻസിൽ കൂടെ സോൾ സൊസൈറ്റിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ഞാനത് ഗിന്നിച്ചിമാറു വരി ഇവരെ തടുത്ത് ഇവിടെ നിന്ന് വെളിയിലേക്ക്. നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും റൂക്കിനെ രക്ഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കുക്കാക്കു ഷിബുവിനെ പോയി കാണുമെന്നും അതുമാത്രമല്ല കുക്കാക്കു ഷിബു വരി നിങ്ങൾ സോൾ സൊസൈറ്റിയിലേക്ക് കയറുമെന്നും എനിക്കറിയായിരുന്നു. സോ ആ സമയത്ത് നിങ്ങളുടെ മേളിലായിരുന്നു എല്ലാ ക്യാപ്റ്റൻസും എല്ലാ ലൂട്ടനൻസിൻ്റെ കണ്ണ്. സോ ആ സമയത്ത് ഞാൻ എൻ്റെ പ്ലാനുകളെല്ലാം കൊണ്ടുവന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഐസൺ പറയുന്നത് കേട്ടിട്ട് ഒരുപാട് ഇറിറ്റേഷൻ വരുന്നു. സോ നമ്മുടെ ഐസൺ ആണെങ്കിൽ ഇച്ചിഗോന്റെ മേലെ എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഐസൺ ഇച്ചിഗോനോട് ചോദിക്കുന്നു, നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മുരഹര എന്തിനാണ് നിന്നെ സഹായിച്ചത്? റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളിവിടെ വരാനുള്ള കാരണം, മുരഹര നിങ്ങൾ ഇവിടെ അയക്കാനുള്ള കാരണവും റൂക്കിയനെ രക്ഷിക്കണമെന്ന്
എന്നല്ല, റൂക്കിയുടെ ബോഡി ഉരഹരയ്ക്ക് വേണം. സോ നമ്മുടെ ഐസൻ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഇച്ചിഗോയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല. സോ ഇത് മനസ്സിലാക്കി നമ്മുടെ ഐസൻ ആണെങ്കിൽ ഇച്ചിഗോയ്ക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഷിനിഗാമീസിന്റെ പവേഴ്സിന് ഒരുപാടധികം ലിമിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിനിഗാമീസ് ഒന്നും ഒരുപാടധികം പവർഫുൾ ഒന്നും ആകത്തില്ല. അതുകൊണ്ട് തന്നെ ആ ലിമിറ്റ്സുകളെ എല്ലാത്തിനെയും പൊട്ടിച്ചിട്ട് ഒരുപാടധികം പവർഫുൾ ആകാൻ വേണ്ടിയുള്ള കാര്യമുണ്ടാക്കാൻ ചെറിയ പരിപാടിയൊന്നുമില്ല, അത് ഒരുപാടധികം പാടാണ്. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഷിനിഗാമി ആകണമെങ്കിൽ ഹോളോസും അതുപോലെ തന്നെ ഷിനിഗാമീസും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യണം. നോർമൽ ഷിനിഗാമിയുടെ ബോഡിയിലെ പവറും ലിമിറ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹോളോസിനെയും വെച്ച് ഹ്യൂമൻസിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ഒരുപാടധികം എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഉരഹര ഈ കാര്യങ്ങൾ മുഴുവനും കണ്ടുപിടിക്കുകയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അവനത് കണ്ടുപിടിക്കുമെന്ന്. അവൻ കണ്ടുപിടിച്ച ഉടനെ തന്നെ എൻ്റെ ക്രിയേഷൻ മൊത്തത്തിൽ തന്നെ അവൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് അതൊരു ക്രിസ്റ്റൽ പോലെ ആക്കുകയാണ്. സോ അതിന് പറയുന്നത് ഒക്യോക്കു എന്നാണ് പറയുന്നത്. ഒരുപാടധികം ഡേഞ്ചറസ് ആണ്. ഒക്യോക്കു എന്ന് പറഞ്ഞ സാധനം ഒരുപാടധികം ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നോർമലായിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അതെൻ്റെ ക്രിയേഷനാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ ഒന്നും ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സോൾ റിപ്പറിൻ്റെ മേലെയാണെങ്കിൽ ആ സാധനം സീൽ ചെയ്ത് വെക്കുകയാണ്. ഷിനിഗാമി വേറെ ആരുമല്ല, അത് നമ്മുടെ റൂക്കി. ഇത് കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഐസൻ പറയുകയാണ്, സത്യം പറഞ്ഞ ഉരഹര റൂക്കിയനല്ല രക്ഷിക്കാൻ നോക്കിയത്, അതിന് പകരം ഉക്കാഗുവിന്റെ സോൾ പവർ എല്ലാം പോകാനുള്ള കാരണം ഉരഹര തന്നെയാണ്. റൂക്കിക്ക് ഇത്രയധികം അവസ്ഥകൾ വരാൻ കാരണം അത് വേറെ ആരുമല്ല ഉരഹരയാണെന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ നമ്മുടെ ഇച്ചിഗോനോട് പറയുന്നു. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഐസൻ പറയുകയാണ്, എന്നാൽ ഞാനിതെല്ലാം മാറ്റിയെടുക്കും, ഞാൻ ഒരു ജീനിയസ് ആണ് എന്ന് പറയുന്നിടത്ത് വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസ് 4ൻ്റെ 61ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി, സോറി. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും മാങ്ക ഗ്ലിച്ച്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.